ഗ്രാമത്തിന്റെ ഓരോ രുചിയും എവിടെയോ മറഞ്ഞു പോയതുപോലെ ഇരിക്കുന്നു. എല്ലാ പലഹാരങ്ങളുടെ രുചിയും എവിടെയോ മറഞ്ഞതുപോലെ ഇരിക്കുന്നു. 4 പേരും തേടിപ്പോയി ആ മാന്ത്രിക വഴി എവിടെയാണെന്ന്. സമൂസയുടെ മല കാണിച്ചു കൊടുത്തു. വീണ്ടും രുചി എവിടെയാണെന്നത്. വിത്തുകളിലുണ്ടായിരുന്നു സ്നേഹം, അത് മണ്ണിനോടൊപ്പം ചേർന്നു. പിന്നെ ഓരോരുത്തരുടെ മനസ്സിലും സന്തോഷത്തിന്റെ രുചി വീണ്ടും നിറഞ്ഞു. ബിജു കിച്ചണിൽ നിന്നുകൊണ്ട് ഒരു ചൂടുള്ള സൂപ്പ് റെഡിയാക്കുകയായിരുന്നു. ആ അടുക്കള മുഴുവൻ ആ സൂപ്പിന്റെ മണം നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ചെറിയ പുക ആ സാഹചര്യം ചൂടുള്ളതാക്കി മാറ്റി. ബിജു മൺചട്ടിയിൽ സൂപ്പ് വീണ്ടും വീണ്ടും കലക്കുകയായിരുന്നു, അത് അടിയിൽ പിടിക്കാതിരിക്കാൻ. അതിനിടയ്ക്ക് സതീഷ് കിച്ചണിനകത്തേക്ക് വന്നു. അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന പ്ലേറ്റിൽ നിന്നും ഒരു ചപ്പാത്തി എടുത്തു. ബിജു അതിൽ നല്ല ചൂടുള്ള സൂപ്പ് എടുത്തൊഴിച്ചു. സതീഷ് ഒരു വായ എടുത്ത് കഴിച്ചു. പക്ഷെ അവൻ ആ രുചി വളരെ വ്യത്യാസമായി തോന്നി. ബിർജു, നീ ഇതിൽ ഉപ്പിടാൻ മറന്നുപോയെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ കുറച്ചു പോലും രുചിയേ ഇല്ല. ഞാൻ ഏതോ പേപ്പർ കളിക്കുന്നത് പോലെ ഉണ്ട്. ഇല്ല സതീഷ്, ഞാൻ എല്ലാവற்றும் ശരിയായിട്ട് പോട്ടിട്ടുണ്ട്. ഞാൻ നല്ല മസാല ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ കാരവും ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ പറ്റുമെന്ന് പറയൂ. ഇന്നലെയും അതുപോലെയാണ് നടന്നത്. അമ്മ കുഴമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ രുചി വേറെ പോലെ തന്നെ ഉണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും ഇതുപോലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇതിനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒരുപക്ഷെ ഭക്ഷണത്തിൽ രുചിയില്ലെങ്കിൽ അത് ആർക്കും സന്തോഷത്തിന് തരില്ല. ശരി, വരൂ, ചെന്ന് മനോഹർ കൊച്ചച്ഛനെ കേൾക്കാം. ബിജുവും സതീഷും ശരിയെന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചു. എങ്ങനെയോ ഒരു വിധത്തിൽ അവർ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നും അവർ പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം ബിജുവും സതീഷും ഗ്രാമത്തിന്റെ മധ്യത്തിൽ വന്നെത്തി. അവിടെ മനോഹർ കൊച്ചച്ഛൻ മുൻപേ തന്നെ ഇരിക്കുകയായിരുന്നു. സോണു അവിടെ ജൂട്ട് ബാഗ് കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ബിജുവും സതീഷും അവരുടെ അരികിലായി ചെന്നു. വരൂ കുട്ടികളെ, എനിക്കറിയും നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. നമ്മളുടെ ഗ്രാമം മുഴുവനും രുചി കാണാതെ പോയിട്ടുണ്ടല്ലേ. പഴങ്ങൾ രുചിയായിട്ടില്ല, പിന്നെ പച്ചക്കറികളൊക്കെ വെളുത്തു പോയിട്ടുണ്ട്. അതെ കൊച്ചിച്ച, ഞാനും ഈ ആപ്പിൾ ട്രൈ ചെയ്തു നോക്കി. ഇത് കാണാൻ വളരെ നന്നായിരിക്കുന്നു, പക്ഷെ ഇതിനകത്ത് ഒട്ടും രുചിയില്ല. അതായത് പ്രകൃതി തന്റെ രുചിയെ വീണ്ടും വാങ്ങിയതുപോലെ തോന്നുന്നു. കൊച്ചച്ച, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നമ്മൾ ആർക്കും ഏതൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് ആരുടെ തെറ്റും ഇല്ല. ചില സമയത്ത് ലോകത്തിന് പുതിയ ശക്തി ആവശ്യമാണ്. ഞാൻ എൻ്റെ പഴയ പുസ്തകങ്ങളിൽ രുചിയുടെ മലയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനെ സമോസ മലയെന്ന് പറയാറുണ്ട്. സമോസ മലയോ? ശരിക്കും അവിടെ സമോസ വളരുന്നുണ്ടോ? അതെ, അത് ഒരു മാന്ത്രിക സ്ഥലമാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് നമ്മൾ രുചിയുടെ വിത്തുകൾ കൊണ്ടുവന്നാൽ അതിനുശേഷം നമ്മളുടെ ഗ്രാമത്തിലെ ഭക്ഷണത്തിന് രുചി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പാത ഒരുപാട് കഠിനമാണ്. ഞാൻ ഇതിനെ സമ്മതിക്കുന്നു മുത്തശ്ശ. ഭക്ഷണത്തിൽ രുചി തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലേ? എന്താ ബിർജു? ആ, ധാരാളമായിട്ട്. വരൂ കൊച്ചച്ച, നമ്മൾ ഇപ്പോൾ തന്നെ പോവാം. 4 പേരും ഒന്നിച്ച് തലയാട്ടി ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ അവിടെ നിന്നും അവർ പുറപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം അവർ 4 പേരും മഞ്ഞു മൂടിയ ഒരു കാടിനകത്ത് നടക്കുകയാണ്. മനോഹർ കൊച്ചച്ഛൻ തന്റെ കയ്യിൽ കമ്പ് വെച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ വരുന്ന തടസ്സങ്ങളെ ശരി ചെയ്തുകൊണ്ട് മുന്നിലോട്ട് നടക്കുകയായിരുന്നു. ഈ പുക സാധാരണമായതുപോലെ ഇല്ല, ഇത് ചെറിയ സ്വർണ്ണ നിറത്തിലുള്ളതുപോലെയുണ്ട്. 4 പേരും ഒരു സഹായവും ഇല്ലാതെ ഏതോ ഒരു ഉന്നം വെച്ച് നടക്കുകയായിരുന്നു. ഇവിടത്തെ കാറ്റ് വല്ലാതെ ഭാരമായിരിക്കുന്നു. അതായത് അടുക്കളയിലെ പുകയിൽ കൂടി നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഒന്നിച്ചു തന്നെ ഇരിക്കണം. കൊച്ചച്ച, നമ്മൾ ശരിയായ വഴിയിൽ പോകുന്നുണ്ടോ? എനിക്ക് ഈ മഞ്ഞ പുക മാത്രമാണ് കാണുന്നുണ്ട്. എനിക്ക് ഇതിനു മേലും കാത്തിരിക്കാൻ പറ്റില്ല. ധൈര്യത്തോടെ ഇരിക്കൂ സതീഷ്. ഈ കാറ്റിൽ മസാല വാസന വരുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നെന്ന് മനസ്സിലായി പോവും. ആ മല ഒന്നും സാധാരണ മഴയല്ല. അപ്പോഴാണ് അവരുടെ മുന്നിൽ പെട്ടെന്ന് വലിയൊരു പ്രകാശം വന്നത്. പിന്നെ അവർ 3 പേരും വെളിച്ചം താങ്ങാനാവാതെ അവരുടെ കണ്ണുകൾ കൈകൊണ്ട് മൂടി. അവർ വീണ്ടും തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവർ ഇപ്പോൾ അവരുടെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. അവർ മറ്റൊരു ലോകത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ബിർജു ദൂരെ എന്തോ ഒന്ന് കണ്ടത്. അതോ കണ്ടോളൂ, അവിടെ മുൻപിൽ എന്താ ഉള്ളത്? അവർ വ്യത്യാസമായ ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അവിടെയുള്ള മണ്ണുമല്ല, പുല്ലുകളുള്ളതുമല്ല, ചെറിയ ചെറിയ നല്ല സമൂസകൾ കൊണ്ട് ചെയ്തതായിരുന്നു. അവിടെ അടുത്തേക്ക് വലിയ വലിയ കല്ലുകൾ ഉണ്ടായിരുന്നു. അത് കാണാൻ റൗണ്ടായി ഉരുളക്കിഴങ്ങ് പോലെയുണ്ട്. മരത്തിൽ ഇലകളുണ്ട്.
അത് ഫ്രഷായ മല്ലിയില പോലെ കാണപ്പെട്ടു. വാവ്, ഇവിടെ ഇരിക്കുന്ന ഭൂമിയും ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു നോക്കാമോ? ഇപ്പോൾ ഇല്ല സതീഷ്, നമ്മൾ മുഖ്യമായ മലയുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. ഇത് വെറും തുടക്കം മാത്രമാണ്. ബ്രിജു, നീ ആ കല്ലുകളൊന്ന് നോക്കിക്കേ. അത് കല്ലല്ല, വേവിച്ച ഉരുളക്കിഴങ്ങ് പോലെയുണ്ട്. ഇവിടത്തെ ചുറ്റുപാട് വല്ലാതെ വ്യത്യാസമായിരിക്കുന്നു. ഈ സ്ഥലം കാണാൻ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഏതൊരു പേടിയും ഇല്ല. ഇവിടെ ഒരു പ്രശാന്തം കാണുന്നുണ്ട്. വരൂ, മുൻപിലോട്ട് നടന്നു പോവാം. അവർ മുന്നിലോട്ട് പുറപ്പെട്ടു പോയി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഒരു വിധേന സമുസ മലയുടെ അടുത്ത് അവർ വന്നെത്തി. ആ മലയുടെ അടിയിൽ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. അവിടെ 4 ചുറ്റിലും വൃത്തിയുള്ള പിന്നെ വലിയ വലിയ പച്ചക്കറികൾ ഉണ്ടായിരുന്നു. ഗുഹയിൽ നിന്നും ഒരു ചമ്മന്തി നദി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വലുതായിട്ടുണ്ട്! ഇത് ലോകത്തിലിരിക്കുന്ന വലിയ സമോസ പോലെ തോന്നുന്നുണ്ട്. പിന്നെ കണ്ടോ ആ നദി? അത് പുതിന ചട്നിയാണ്. എന്റെ അടുത്ത് ഒരു വലിയ പാത്രമുണ്ടെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ മുകളിലോട്ട് പോകണം. കൊച്ചിച്ച, രുചിയുടെ വിത്ത് എവിടെയാണ് കിട്ടുക? അത് ഈ മലയുടെ ഉച്ചിയിൽ സ്വർണ്ണ സമോസയുടെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് മേലോട്ട് പോകണം. ഈ മല ഒരുപാട് വഴുക്കുമെന്ന് തോന്നുന്നുണ്ട്. 4 പേരും അതിനെ ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് ആ മലയുടെ അടുത്ത് അവർ ചെന്നെത്തി. അവർ മാറി മാറി സഹായിച്ചുകൊണ്ട് കയറാൻ തുടങ്ങി. മുകൾ ഭാഗം വളരെ ക്രിസ്പിയായിരിക്കാണ്. ഓരോ അടിയിലും അത് ഉടയുന്നത് പോലെ ഫീലായി. അവരുടെ ചെരുപ്പുകളൊക്കെ വഴുതാൻ തുടങ്ങി. അതുകൊണ്ട് അവർ കയറാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്നും ഒരു കഷ്ണം പൊട്ടി അവരുടെ നേരേക്ക് താഴെ വീണത്. പക്ഷേ ഭാഗ്യം, അത് കുറച്ച് ദൂരെയാണ് വീണത്. അവർ അവിടെ നിന്ന് ദീർഘശ്വാസം വലിച്ചു. എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ പിടിക്കാനായിട്ട് ഒരു മരം പോലും ഇല്ല. നമ്മൾ എല്ലാവരും നമ്മളുടെ കൈ പിടിച്ചേക്കണം. ആ, ഞാൻ ബിർജുയുടെ കൈ പിടിച്ചേക്കും. ബിർജു കൊച്ചച്ഛൻ്റെ കൈ. സുമൻ, നീ മുൻപ് പാത കണ്ടിട്ട് പോ. ഇവിടെയുള്ള മണ്ണ്, ഇവിടെയുള്ള മസാല വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ശ്രദ്ധിക്കണേ നിങ്ങൾ, അല്ലെങ്കിൽ കണ്ണിനകത്ത് പെടും. സബാഷ് കുട്ടികളെ, ഒട്ടുമയാണ് ഒരു വലിയ ബലം. നമ്മൾ ഏകദേശം ആ സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ മുന്നിലോട്ട് വളരെ ശ്രദ്ധയോടെ പതുക്കെ പതുക്കെ ഓരോ അടിയായി അവർ ഓരോരുത്തരായി എടുത്തു വെച്ചു. മാറി മാറി സഹായിച്ചുകൊണ്ട് മുന്നിലോട്ട് അവർ നടന്നു ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ സമുസ മലയുടെ മുകളിൽ നല്ല തറയുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തി. മുകളിൽ നിന്നും അതിലേക്ക് നോക്കുമ്പോൾ കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. അവർക്ക് ഒരുപാട് ദൂരം വരെ നല്ലൊരു ആഹാരത്തിന്റെ ഗ്രാമം പോലെ തോന്നി. അവിടെ അവർക്ക് കറുത്ത ഉപ്പ് കല്ലുകൊണ്ട് ചെയ്ത ഒരു സ്റ്റേജ് കാണപ്പെട്ടു. പിന്നെ ആ സ്റ്റേജിന് മുകളിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സമൂസ ഇരിക്കുന്നത് അവർ കണ്ടു. എത്ര ഭംഗിയായിട്ടുണ്ട്! ഇത് കാണാൻ ഒരു ആവരണം പോലെ ഉണ്ട്. ഇതാണ് അത്, നമ്മുടെ ഗ്രാമത്തിന്റെ സന്തോഷത്തിനുള്ള താക്കോല്. നിൽക്കൂ, അത് തൊടുന്നതിന് മുൻപ് നമ്മൾ ചെറുതായി ചിന്തിക്കണം. ഇത് എടുത്തുകൊണ്ടുപോകാൻ വല്ല രീതിയുമുണ്ടോ? ഇതിനെ അവർ കൊണ്ട് മാത്രമാണ് എടുക്കാൻ പറ്റും. അവര് വാക്ക് തരണം. അവർ എപ്പോഴും രുചിയുടെ അഹങ്കാരം കാണിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും എല്ലാവർക്കും സമമായിട്ട് ഭക്ഷണം തരണം. ബ്രിജു മുന്നിലോട്ട് നടന്നു ചെന്നു. ശാന്തമായി യാതൊരു പേടിയുമില്ലാതെ പതുക്കെ അവൻ തന്റെ കയ്യിൽ ആ സമൂസ എടുത്തു. ഞാൻ വാക്ക് തരുന്നുണ്ട്, ഞാൻ ഈ രുചിയിനെ എല്ലാവരുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കും. നമ്മളുടെ ഗ്രാമത്തിലുള്ള ആരും വിശപ്പോട് ചോർന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ആ സമൂസയിൽ നിന്ന് പെട്ടെന്നൊരു പ്രകാശം വന്നത്. പിന്നെ ആ സമൂസ 7 സ്വർണ്ണ വിത്തുകളായി മാറുകയായിരുന്നു. ബിർജു, നീ ഒരുപാട് സാധിച്ചു. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഏത് ആവശ്യമോ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോയേ പറ്റുള്ളൂ. 4 പേരും ശരിയെന്ന് അതിനെ സമ്മതിച്ചു. ബ്രിജുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ തിളങ്ങുന്ന സ്വർണ്ണ വിത്തിന് മുകളിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ ആ സമൂസ മലയിൽ നിന്നും പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പാത നല്ല ഇരുട്ട് നിറഞ്ഞതായിരുന്നു. പക്ഷെ ആ സ്വർണ്ണ വിത്തുകളുടെ വെളിച്ചം അവർക്ക് പോകാനുള്ള വഴി നന്നായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. തിരികെ വരുന്ന വഴിയിൽ സുമൻ കുറച്ച് മസാല സാധനങ്ങൾ പറിച്ചെടുത്തു. മനോഹർ കൊച്ചച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരുടെയും ഒത്തൊരുമ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ഗ്രാമത്തിലേക്ക് പോയതും തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യണം? എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ വിരുന്ന് വെക്കണം. അതെ സതീഷ്, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ മസാലയും അതിൽ നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ എല്ലാവർക്കും നേർപ്പിക്കണം. ഭക്ഷണത്തിന്റെ ശരിക്കുമുള്ള രുചി മസാലയിൽ മാത്രമല്ല, അത് സ്നേഹത്തോട് ചെയ്യുന്നതിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഈ മായ വിത്തുകൾ നമ്മളുടെ ഭൂമിയെ വീണ്ടും വാസന ഉള്ളതാക്കി മാറ്റും. 4 പേരും അതെ എന്ന് പറഞ്ഞ് തലയാട്ടി. അതിനുശേഷം മുന്നിലോട്ട് നടന്നു. അതോടുകൂടി ആ രാത്രിയും അവസാനിച്ചു.
അടുത്ത ദിവസം 4 പേരും ബ്രിജുവിന്റെ വീടിന്റെ വാതിൽക്കൽ വന്നെത്തി. അവർ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും ഉണ്ടായിരുന്നു. ബ്രിജുവും സതീഷും ഒന്നിച്ച് തറയിൽ അവർ കുഴിയെടുത്തു. പിന്നെ ബ്രിജു ഓരോ കുഴിക്കകത്തും ഓരോ വിത്തുകളായിട്ട് മുകളിൽ മണ്ണിട്ട് മൂടി. സുമൻ ആ പാകിയ വിത്തുകൾക്ക് വെള്ളം ഒഴിച്ചു. ഗ്രാമത്തിലെ ജനങ്ങളെ, രുചി വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഭൂമി വീണ്ടും നമുക്ക് സന്തോഷം തരാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് പാകിയ വിത്തുകളിൽ നിന്നും ഒരു വെളിച്ചമുണ്ടായി. അത് നേരെ ആകാശത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നെ ഗ്രാമം മുഴുവനും അത് പരന്നു. പിന്നെ അതോടൊപ്പം വളരെ നല്ലതായി രുചി നിറഞ്ഞ മണവും വന്നു. ഇപ്പോൾ എല്ലാവരും കാണാൻ സന്തോഷിതരായിരുന്നു. പിന്നെ അന്ന് രാത്രി തന്നെ ഗ്രാമത്തിലുള്ള എല്ലാവരും ഗ്രൗണ്ടിന് നടുക്കായി വിരുന്ന് കഴിക്കാൻ ഒന്നിച്ചു കൂടി. ബ്രിജു, മനോഹർ കൊച്ചച്ചൻ, പിന്നെ സുമൻ, പിന്നെ സതീഷും ചേർന്ന് ആ വിരുന്നിന് ഏർപ്പാട് ചെയ്തു. ബ്രിജു എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. സതീഷ് തന്റെ പാത്രത്തിൽ ഒരുപാട് സമൂസ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. സുമനും മനോഹർ കൊച്ചച്ചനും എല്ലാവരും സന്തോഷമായി കഴിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ബിർജു, ഈ സമോസ മലയിനേക്കാളും ഒരുപാട് രുചിയായിട്ടുണ്ട്. അതിന്റെ കാരണം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലേ? അതാണ് കാരണം. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. രുചി എന്നത് വെറും നാക്കിന്റെ രുചി മാത്രമല്ല, അത് മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണെന്ന്. ഞാൻ എന്താ പഠിച്ചെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ബലം എല്ലാം ശരിയാണ്. നമ്മൾ അതിനെ ശ്രദ്ധയോടെ നോക്കിയാൽ അത് നമ്മളെ നോക്കിയേക്കും. എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ, ജീവിതത്തിൽ ശരിക്കുമുള്ള രുചി എല്ലാവരും ചേർന്നിരിക്കുന്നത്, എല്ലാവരും ചേർന്ന് കഴിക്കുന്നതുമാണ്. ഇപ്പോൾ വീണ്ടും എല്ലാവരും സന്തോഷിതരായി. ഗ്രാമത്തിന്റെ രുചി തിരികെ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതോടുകൂടി ഈ കഥയും അവസാനിച്ചിരിക്കുകയാണ്.